+1 റിസൾട്ട് ജൂലൈ 15 വരെയാണ്. ഇപ്പോൾ +2 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ടെൻഷനിലൂടെ കടന്നു പോകുന്നുണ്ടാകും. സ്വാഭാവികമാണ്. കാരണം റിസൾട്ട് വന്നതിന് ശേഷം അവർക്ക് ഈ ഓണം എക്സാം വരുന്നുണ്ട്, അതിനുശേഷം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങൾ ആലോചിക്കുന്ന ടെൻഷൻ ഉണ്ട്. അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വെൽക്കം ടു എജ്യൂപോഡ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ നാഫി. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്, മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും നിങ്ങൾ എക്സാമിന് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ ആൻസർ എഴുതി അതിൻ്റെ റിസൾട്ട് എന്തായാലും ഇനി വരും. അതായത് നിങ്ങൾ എഴുതിയ ആൻസർ നമുക്കിനി മാറ്റാൻ സാധിക്കില്ല. നിങ്ങൾ എന്താണോ ആൻസർ എഴുതിയത് അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും കിട്ടും. നിങ്ങൾ എന്താണോ ആൻസർ എഴുതിയത് അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട. നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇനി നിങ്ങൾ അടുത്തത് എന്താണ് അടുത്തതെന്നാണ് പല ആളുകളെയും ചിന്ത. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ചില വിഷയങ്ങളിൽ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല, എന്നാലും ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും പൊതുവെ എന്തുണ്ടാവാൻ ചാൻസ്, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവാൻ ചാൻസ് കേട്ടോ. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവുക ഏതൊക്കെ മാസങ്ങളിലായിരിക്കും, സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലാണ്. 3 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ പല കുട്ടികളും ഡൗട്ടാണ്, ഇമ്പ്രൂവ് ചെയ്തിട്ട് മാർക്ക് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു പ്രോബ്ലം ഇല്ല. ഏറ്റവും കൂടിയ മാർക്ക് ഏതാണ് അതാണ് പരിഗണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ +1 നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 60 മാർക്കാണ്. ഇമ്പ്രൂവ് ചെയ്ത 56 മാർക്കായാലും നോ പ്രോബ്ലം. നിങ്ങൾക്ക് ആദ്യമുള്ള മാർക്കിന് എന്ത് ചെയ്യും, പരിഗണിക്കും. ഇമ്പ്രൂവ്മെൻറ്റ് നടത്തി മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് ആദ്യമുള്ള മാർക്കിന് അവിടെ എന്ത് ചെയ്യുന്നു, പരിഗണിക്കുന്നു. പിന്നെ പലരുടെയും പ്രശ്നമാണ്, നിങ്ങൾക്ക് +1 ഇമ്പ്രൂവും ചെയ്യണം, പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തും പഠിക്കണം, +2 പഠിക്കണം. കാരണം ഇമ്പ്രൂവ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്താ ചെയ്യുക, +1 റിസൾട്ട് വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്കുള്ള 3 മാസം എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരെയുള്ള സമയത്ത് കൂടുതൽ ഫോക്കസ് ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക, +2 ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റാതെ വരും. അത് കാരണം എന്ത് സംഭവിക്കുന്നു, +2 കുളമായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, +1 ഇമ്പ്രൂവ്മെൻറ്റും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ +1 ഇമ്പ്രൂവ്മെൻറ്റും +2ൻ്റെ ക്ലാസ്സും ഒരുമിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് നഷ്ടം ഉണ്ടാക്കും. അപ്പോൾ +2ൻ്റെ ക്ലാസ്സും അതേപോലെ +1 ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് കൊണ്ടുപോകണം. പിന്നെ മക്കൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഡെയിലി പഠിക്കാനായിട്ടൊരു 4 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. 4 മണിക്കൂർ പഠിക്കുമ്പോൾ ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം 2.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ +2 പഠിക്കാനും 1.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാനും മാറ്റി വെക്കുക. ഈ 4 മണിക്കൂർ രാത്രി തന്നെ കിട്ടുന്നില്ലെങ്കിൽ രാത്രിയും രാവിലെയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4 മണിക്കൂർ ഉപയോഗിക്കുക. 2.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുന്നു, +2 പഠിക്കാനും 1.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുന്നു, +1 പഠിക്കാനുമായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ 2.5 മണിക്കൂർ +2 പഠിക്കാനും 1.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുന്നു, +1 ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാനുമായിട്ട് ഡെയിലി മാറ്റി വെക്കുക. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് സെറ്റാണ്. പിന്നെ ഈ ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് എടുക്കുന്ന കുട്ടികൾ പ്രധാനപ്പെട്ട 2 വില്ലൻ സബ്ജക്റ്റാണ് എക്കണോമിക്സും ഇംഗ്ലീഷും. നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെയും ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റ സബ്ജക്റ്റ് എടുക്കുമ്പോൾ എക്കണോമിക്സും ഇംഗ്ലീഷും എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഈ എക്കണോമിക്സ് ഇംഗ്ലീഷ് നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യണം, +2 നന്നായിട്ട് പഠിക്കണം. ഇതിനൊക്കെ ഉള്ളൊരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ച്. എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ച് നിങ്ങൾക്ക് എക്കണോമിക്സും ഇംഗ്ലീഷും സെറ്റാക്കാനുള്ള ഫൗണ്ടേഷൻ ബാച്ചാണ്. ശ്രദ്ധിക്കണേ, എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ എക്കണോമിക്സും ഇംഗ്ലീഷും സെറ്റാക്കാനുള്ള ഫൗണ്ടേഷൻ ബാച്ചാണ്. ശ്രദ്ധിക്കണേ, എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ എക്കണോമിക്സും ഇംഗ്ലീഷും സെറ്റാക്കാനുള്ള എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചുണ്ട്. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. എക്കണോമിക്സും ഇംഗ്ലീഷും സെറ്റാക്കാനുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സിൽ എജ്യൂപോഡിലുണ്ട്. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ എജ്യൂപോഡിൻ്റെ +2 ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്കണോമിക്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ കൂടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സും കൂടി എന്ത് ചെയ്യും, ഫ്രീ ആയി കിട്ടും. നിങ്ങൾക്ക് ശ്രദ്ധിക്കണേ, എക്കണോമിക്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും കൂടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്രീ ആയി കിട്ടും. ശ്രദ്ധിക്കണേ, എക്കണോമിക്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും കൂടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ +2ൻ്റെ കൂടെ +1 ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചാണ്. അവിടെ നിങ്ങൾക്ക് +2ൻ്റെ ക്ലാസ്സുകളുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്ലാസ്സുകളുണ്ട്, റെക്കോർഡറായിട്ടും ലൈവായിട്ടും സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എജ്യൂപോഡിൻ്റെ ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എജ്യൂപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റാകും. നിങ്ങൾ എജ്യൂപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ ഓക്കെ ആകും. നിങ്ങൾ എജ്യൂപോഡിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ എല്ലാം ഓക്കെ ആകും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ സെറ്റാക്കി വെക്കുക, റെഡിയാക്കി വെക്കുക, ഓക്കെ ആക്കി വെക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട. എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. അപ്പോൾ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ സാധിക്കുക. നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ എന്തുണ്ട്, ഒരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൻ്റെ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക,
ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ ശ്രദ്ധിക്കണേ, കമൻറ്റ് ബോക്സിലെ ഫോം ഫില്ല് ചെയ്യുകയോ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്തോ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് സൊല്യൂഷൻ എവിടെയുണ്ട്? എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ മക്കളെ ടെൻഷൻ വേണ്ട, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു പേടിയും പേടിക്കേണ്ട, ഏറ്റവും അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് കൂടി +2ൻ്റെ കൂടെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് സെറ്റ് ആക്കണം, ഇംഗ്ലീഷും എക്കണോമിക്സ് ഒക്കെ അടിപൊളിയാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോ, കാര്യങ്ങൾ സെറ്റ് ആവും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.